ഈ കേസ് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ആ വയസ്സായാലുള്ളവർ വരുമ്പോൾ പറഞ്ഞേക്കും. സർ, പക്ഷേ ഈ കേസ് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് സർ. നമുക്ക് പോലീസിനെതിരായിട്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് രജിസ്റ്റർ ചെയ്യാം സർ. അങ്ങനെ എന്ത് ചെയ്താലും അവര് പറയുന്ന ന്യായത്തിൽ അത് ചെയ്യാൻ പറ്റില്ല. ആ പയ്യനെ പുറത്തു കൊണ്ടുവരാൻ പ്രയാസമാണ്. നീ ഫയൽ നോക്കി അഭിപ്രായം പറയുന്ന പോലെ ഈസി അല്ലാതെ പ്രതീക്ഷയോടെ വരുന്ന അവരുടെ സമയം വെറുതെ കളയണ്ട. അവരോട് പൊക്കോളം പറഞ്ഞേക്കും. ആ വിറ്റ്നസ് ക്രോസ് എക്സാമിനേഷൻ കൂടി നമ്മൾ റീകോൾ ചെയ്യുകയാണെങ്കിൽ തേജ, പോക്സോ ഇസ് ഡിഫറെന്റ്. അതിനിത് പോക്സോ കേസാണ് തേജ. ആക്ട് വന്നിട്ട് ഒരു വർഷം പോലും ആവുന്നില്ല. പോക്സോ എന്ന് കേൾക്കുമ്പോൾ വലിയ വലിയ ലോയേഴ്സ് പോലും കേസ് എടുക്കാൻ മടിയാ. എനിക്ക് വിശ്വാസമില്ല ഹരി, ഈ കേസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നാളെ ഞാൻ കോർട്ടിൽ പോയില്ലാന്ന് വെച്ചു, ആ പയ്യന് 14 വർഷത്തെ ജയിൽ ശിക്ഷ ആയിരിക്കും കിട്ടുന്നത്. പോയാ അറ്റ്ലീസ്റ്റ് അതൊന്ന് തടുത്തു നിർത്താനെങ്കിലും നമുക്ക് ശ്രമിക്കാം. ഇനി ജയിച്ചു കഴിഞ്ഞാലോ? ഒരിക്കലും മോഹൻ റാവു സാർ ജയിക്കില്ലെന്ന് പറഞ്ഞ കേസ് ജയിച്ച പോലെ ആവില്ലേ? അപ്പോഴത്തെ ആ വിജയത്തിന്റെ മുമ്പില് ഈ നുണയങ്ങ് മാഞ്ഞു നോക്കുന്നില്ല ഹരി. ആക്ച്വലി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം അവർക്ക് പോലും അറിയില്ലെന്ന് വെച്ചാൽ എങ്ങനെ ശരിയാവാനാണ്? തെറ്റ് ചെയ്തു പോയാൽ അതിന് ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ശരിക്കും തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട യൂറോ. നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തോടൊപ്പം നിയമം കൂടി പഠിപ്പിക്കണം യൂറോ. എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ രീതിക്കും നിയമം അറിഞ്ഞ